ടീച്ചർമാരോട് പോലും പുച്ഛം. അജീഷ് സാറോ, ഏത് ക്ലാസ് റൂമിലും ഏത് ഓഫീസിലും ഈ ഒരു സംഭവം നമുക്ക് നോർമലി കാണാം. അവിടെ ഇരിക്കുന്ന ടോട്ടൽ നമ്പർ കുട്ടികളെ 100% എടുത്താൽ 30% പഠിപ്പിസ്റ്റുകളുണ്ടാവും. എന്തൊക്കെ വന്നാലും നന്നായി പഠിച്ചെങ്കിലേ ലൈഫ് രക്ഷപ്പെടുത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു 30% എവിടെയും ഉണ്ട്. തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ, ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നതാ. ആണല്ലോ, ഒരു 30% ഉഴപ്പിസ്റ്റുകളും ഉണ്ട്. എന്നാ പഠിക്കാനാ, പഠിച്ചില്ലല്ലോ ലൈഫ് രക്ഷപ്പെടുകയൊക്കെ ചെയ്യും. സച്ചിനൊക്കെ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലല്ലോ എന്നിട്ട് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മാതിരി മോട്ടിവേഷനും ക്ലാസ്സിലെ ഡോണൊക്കെ ആയിട്ട് ഇച്ചിരി കട്ടി താടിയൊക്കെ കാണും, ഇച്ചിരി കട്ടി മീശയൊക്കെ കാണും, മൊത്തത്തിലൊരു കലിപ്പ് ലുക്കും. സംസാരിക്കുമ്പോൾ പോലും അയവറക്കുന്ന ടീമുകൾ. ടീച്ചർമാരോട് പോലും പുച്ഛം. അജീഷ് സാറോ, പുള്ളി എങ്ങനെയൊക്കെ പറയും, ഇതൊന്നും അല്ലടാ, ഇതൊന്നും അല്ല ജീവിതം. അവർക്ക് ഉഴപ്പണം, ചിലപ്പോൾ ഒരു ഡ്രോപ്പ് ഔട്ടോ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും. മേ ബി ലഹരി ഉണ്ടാകാം, കുറച്ച് ലൈനൊക്കെ ഉണ്ടാകാം. 5ാം ക്ലാസ് തുടങ്ങിയതാണ്, പിന്നെ എല്ലാ വർഷവും 2ാം തീയതിയൊക്കെ അങ്ങനെ ഇങ്ങനെ പോകുന്ന എല്ലാത്തിനും ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു ഉഴപ്പിസ്റ്റ് വിഭാഗം ഒരു 30% കാണും. ബാക്കി ഒരു 40% ഉണ്ട്. ആ 40% കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഉഴപ്പാനാണെങ്കിൽ അങ്ങോട്ടും പോകാൻ തയ്യാറാ, പഠിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും തയ്യാറാ. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കോളേജുകളിലും സ്കൂളിലൊക്കെ എടുത്താൽ ഈ ആദ്യത്തെ 30 പഠിപ്പിസ്റ്റുകൾ, ഈ പഠിപ്പിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസും ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൊണ്ട് ആ കയ്യാലപ്പുറത്തെ തേങ്ങയെ വലിച്ച് ഇങ്ങോട്ടിടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു 70%, ഒരു 60-70% പാസ്സാകും, മറ്റേ 30 കുറച്ച് പേര് കയറി പാസ്സാകും, ലൈഫ് രക്ഷപ്പെടുമായിരുന്നു. ഇപ്പോൾ സംഭവിച്ച എന്താന്ന് വെച്ചാൽ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോയത് എങ്ങോട്ടാ? ഉഴപ്പിസ്റ്റിൻ്റെ അങ്ങോട്ടാ. അത് സ്വാഭാവികമായിട്ടും 70% നെഗറ്റീവ് എനർജി കൂടി. എന്നും നമ്മുടെ നാട്ടിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി തമ്മിൽ മത്സരമുണ്ട്. അത് ഏത് ക്ലാസ് റൂമിലും ഉണ്ട്, ഒരു സ്ഥാപനത്തിലും ഉണ്ട്, ഒരു പഞ്ചായത്തിലും ഉണ്ട്. ആ നെഗറ്റീവ് എനർജി ഒരു 30% ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, കാരണം പോസിറ്റീവ് എനർജി 70 ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി 70ലേക്ക് വന്നുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ട്രാക്കിലിരുന്ന പിള്ളേരെയും കൂടെ വലിച്ചുകൊണ്ട് പോകുക. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർക്ക് എന്ത് തോന്നുന്നു? ശരിയാണോ?